ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പഴയൊരു നൈറ്റിയിൽ നിന്ന് എങ്ങനെ അളവെടുത്ത് നമുക്ക് പുതിയൊരു നൈറ്റിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് കൂടുതലാണ്, അതുപോലെ ഫുൾ ലെങ്ത്തും കൂടുതലാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുതിയ നൈറ്റിയുടെ സ്ലീവ് അങ്ങോട്ട് അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അഴിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിൽ അളവെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ സൈഡിലുള്ളതും എല്ലാം നമ്മൾ സ്റ്റിച്ച് അഴിച്ച് കളഞ്ഞിട്ട് ശരിക്കും നമ്മളൊരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അത് മടക്കിയിട്ടേക്കാണ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ പഴയ നൈറ്റിയുടെ ഷോൾഡർ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമ്മൾ ഷോൾഡർ എത്രയാണോ ഉള്ളതെന്ന് നോക്കുക. എന്നിട്ട് ടാപ്പിൽ നമ്മളെടുത്തിട്ട് അതിൻ്റെ ഒപ്പം നമ്മളൊരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. അത് നമുക്ക് സ്ലീവിൻ്റെ അവിടെ ജോയിൻ ചെയ്യുന്നതല്ലേ, അപ്പോൾ അവിടെ ഒരു തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം നമ്മുടെ മുകളിൽ നിന്ന് നമ്മുടെ ലെങ്ത്ത് ആം ഹോളിൻ്റെ അവിടെ തന്നെ എത്ര ലെങ്ത്ത് നേരെ വെച്ചിട്ട് താഴത്തോട്ട് വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അളവ് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഷോൾഡർ എടുത്തിട്ടുണ്ടായല്ലോ, അപ്പോൾ ആ ഷോൾഡർ നമ്മൾ പുതിയ നൈറ്റിയിൽ നെക്കിൽ വെച്ചിട്ട് അവിടെ നിന്ന് ടാപ്പ് വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തയ്യൽ തുമ്പടക്കം ഞാനൊരു 3.5 ഇഞ്ച് എടുത്തിട്ട് അത് അതിന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തത് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് നമ്മളിതുപോലെ തന്നെ എത്രയാണോ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ജോയിൻ ചെയ്തല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഴയ നൈറ്റിയുടെ അവിടെ തന്നെ വെച്ചിട്ട് ആ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കുകയാണ്. ജോയിൻ ചെയ്ത് അവിടെ നിന്ന് കറക്റ്റ് വയ്ക്കുക. നമ്മുടെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്തിൽ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ റൗണ്ട് സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ ടാപ്പ് വെച്ച് നോക്കുക. ആ റൗണ്ട് നമ്മൾ എത്രയാണെന്ന് നോക്കിയിട്ട് പിന്നെ ഇനി നമ്മൾ ഈ അളവ് വെച്ചിട്ട് നമ്മൾ പുതിയ നൈറ്റിയുടെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ടായില്ലേ സ്ലീവ്, അപ്പോൾ ആ സ്ലീവിൽ നമ്മൾ മാർക്ക് ചെയ്ത് എടുത്ത് അത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്ലീവ് ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്ത് 2 സ്ലീവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴത്ത് നിന്ന് അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പഴയ നൈറ്റിയുടെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, താഴത്തെ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള ആ സൈഡ് ഭാഗം, അവിടുത്തെ അളവ് നമ്മൾ എടുക്കുന്നുണ്ട്. ആ അളവ് ഇപ്പം ഞാൻ കാണിക്കുന്ന പോലത്തെ ഈ അളവ് കണ്ട പഴയ നൈറ്റിയുടെ ആ ഒരു അളവ് നമ്മൾ ആ സൈഡിൽ നിന്നുള്ളത് എടുത്തിട്ട് പിന്നെ നമ്മൾ അതും നമ്മുടെ പുതിയ നൈറ്റിയുടെ താഴത്തെ ഭാഗത്തെ അളവ് നമ്മൾ മാർക്ക് ചെയ്യാണ്. താഴെ ഭാഗത്ത് അത് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ കണ്ടോ, ഞാൻ ഇതിലിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ പിന്നെ നമ്മൾ ലെങ്ത്ത് എത്രയാണോ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് ലെങ്ത്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ താഴെ കൊടുത്ത് അതും വന്ന് സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചത് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കൽ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ നൈറ്റിയുടെ, മറ്റേ നമ്മൾ സ്ലീവ് അഴിച്ച് മാറ്റി കൊടുത്ത്, അപ്പോൾ അതും നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കൊടുത്തത് നമ്മൾ സാധാരണ നമ്മൾ ജോയിൻ ചെയ്യണ പോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളുടെ സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ അത് നമ്മളിപ്പോൾ സ്ലീവ് രണ്ടും നമ്മളിപ്പോൾ ആം ഹോളിൽ നിന്ന് ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് പിടിച്ചിട്ട് നമ്മളത് ഒപ്പം പിടിച്ചിട്ട് നമ്മളതിൻ്റെ എത്രയാണ് നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ടാപ്പ് വെച്ചിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുമ്മേക്കും നമ്മൾ ഷേപ്പ് ചെയ്ത് അങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മളത് അടിച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ റൗണ്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ നമുക്ക് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെയും നമ്മൾ എത്രയാണോ വേണ്ടത് ടൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളത് അതോടൊപ്പം തന്നെ മാർക്ക് ചെയ്ത് ബോഡി ഫുള്ളും നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ബാലൻസ് വന്നേക്കുന്നുണ്ടോ, അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ലീവിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ തുണി നിൽക്കുമ്പോൾ അവിടെ ചുരുണ്ട പോലെ നിൽക്കും. അപ്പോൾ നമ്മൾ ബാലൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ ലെങ്ത്ത് കുറയ്ക്കുകയാണ്. നമ്മളത് നല്ലോണം കറക്റ്റായിട്ട് നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് കുറയ്ക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഏകദേശം ഒരു 3.5 ഇഞ്ചാണ് എനിക്ക് താഴത്തുനിന്ന് ഞാൻ ഇങ്ങനെയാണ് കുറയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് താഴ്ന്ന് ഫുള്ളായിട്ട് 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അത് പിന്നെ നമ്മൾ ഫുള്ളായിട്ട് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളത് ഒരു ഭാഗം നമ്മൾ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. പഴയ നൈറ്റിയിൽ നിന്ന് അളവെടുത്ത് ഞാൻ ഇതുപോലെയാണ് നൈറ്റിയൊക്കെ ഷേപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട്
പിന്നെ കാണാം. ബായ്.